ഹലോ ചക്കരങ്ങളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൈംഗികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള 5 സിനിമകളെയാണ് നിങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ലൈംഗികതയുടെ അതിപ്രസരണം കൊണ്ട് തന്നെ ഈ സിനിമകൾ നിങ്ങളെ ഒരിക്കലും നിരാശനാക്കത്തില്ല. ഈ വീഡിയോയുടെ മുന്നിലത്തെ ഭാഗം ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്നവർ ഇതിന്റെ അവസാനം വരെ കാണുക. അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു ജാക്ക് പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അവസാനം വരെ ഈ സിനിമകൾ ഒരു ചിലവും ഇല്ലാതെ എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ. നമുക്കെന്നാൽ ആദ്യത്തെ സിനിമയിലേക്ക് കടക്കാം. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 2019 പുറത്തിറങ്ങിയ ദി ആഫ്റ്റർ മാത്ത് എന്ന ചിത്രമാണിത്. കീറ നൈറ്റ്ലി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നടിയുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. റേച്ചൽ മോർഗൻ എന്ന കഥാപാത്രത്തിനെ ആണ് അവൾ അവതരിപ്പിക്കുന്നത്. കീറ നൈറ്റ്ലിയെ നിങ്ങൾക്ക് ഇതിനോടകം അറിയാമായിരിക്കും. പൈററ്റ്സ് ഓഫ് ദ കാരിബിയൻ, പ്രൈഡ് ആൻഡ് പ്രജുഡിസ്, അറ്റോൺമെന്റ് എന്നീ സിനിമകളിൽ അഭിനയിച്ചു പ്രേക്ഷക ശ്രദ്ധ ആർജിച്ച നടിയാണവൾ. നമുക്കെന്നാൽ ആഫ്റ്റർ മാത്ത് എന്ന ഈ ചിത്രത്തിനെ പരിചയപ്പെടാം. നടിയുടെ പൂർണ്ണ നഗ്നത ഈ സിനിമയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. നടിയുടെ നിരവധി കളികൾ ഈ ചിത്രത്തിലുണ്ട്. തന്നെ ഭർത്താവുമായി കിസ് ചെയ്ത ശേഷം രണ്ടുപേരും ബെഡിൽ കിടന്ന് പരിപാടി നടത്തുന്നു. അതിൽ നടിയുടെ ഇളമുരകൾ ഭർത്താവ് ചപ്പി വലിക്കുന്നത് കാണിക്കുന്നുണ്ട്. മറ്റൊരു സീനിൽ ഒരു കിടനായിട്ട് ഇട്ടുകൊണ്ട് വന്ന് ഭർത്താവിനെ കൊതിപ്പിച്ച ശേഷം പൂർണ്ണ നഗ്നയായി അവനു കലി കൊടുക്കുന്നു. മറ്റൊരു സീനിൽ ഭർത്താവുമായി കിസ് ചെയ്ത് സുഖിച്ച ശേഷം അവളെ ഡിനിങ് ടേബിളിലിട്ട് അവൻ അടിക്കുന്നു. അതില് അവളെ മലത്തിയിട്ട് അവൻ അടിച്ചു കയറ്റുന്നത് കാണിക്കുന്നുണ്ട്. മറ്റൊരു സീനില് നടിയുടെ കൊഴുത്തുരുണ്ട വെളുത്ത കുണ്ടികൾ കാണിക്കുന്നു. അത് കണ്ടാൽ ആർക്കും അടിച്ചു ചുമപ്പിക്കുവാൻ തോന്നും. നമുക്കെന്നാൽ ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാം. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിനു ശേഷം ജർമ്മനി അതിശക്തമായ തളർച്ചയിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ തുടക്കം. 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചതിനു പിന്നാലെയാണ് കഥ ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ കമാൻഡർ ലൂയിസ് മോർഗൻ, ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത് ജെയ്സൺ കലർക്കാണ്. തന്റെ ഭാര്യയായ റാച്ചൽ, ആ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നത് കീറ കാനറ്റലാണ്. അവർ രണ്ടുപേരും കൂടെ ജർമ്മനിയിലെ ഹാംബർഗ് എന്ന പട്ടണത്തിലേക്ക് എത്തുന്നു. തകർന്നു പോയ നഗരത്തെ പുനർനിർമ്മിക്കാൻ ബ്രിട്ടീഷ് സൈന്യം നേതൃത്വം കൊടുക്കുകയാണ്. അതിലെ ഒരു മുഖ്യ ഉദ്യോഗസ്ഥനാണ് ലൂയിസ് മോർഗൻ. അവർക്കായി ഒരു വലിയ ജർമ്മൻ വീരാണ് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ അതിന്റെ യഥാർത്ഥ ഉടമയായ സ്റ്റീഫൻ ലൂബർട്ട് എന്ന ജർമ്മൻ ആർക്കിടെക്റ്റും മകൾ ഫ്രീഡയും ആ വീട്ടിൽ താമസിച്ചിരുന്നു. വലിയൊരു വീടായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവിടെ എത്ര പേർക്ക് വേണമെങ്കിലും താമസിക്കാമായിരുന്നത്. സാധാരണയായി ജർമ്മൻ കുടുംബങ്ങളെ അവിടെ നിന്ന് ആട്ടി പുറത്താക്കുമെങ്കിലും ലൂയിസ് നല്ല മനസ്സുള്ളവനാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീഫനും മകളും ആ വീട്ടിൽ തന്നെ തുടരാമെന്ന് അവൻ പറയുന്നു. റാച്ചൽ തന്റെ വീട്ടിൽ താമസിക്കുന്ന ജർമ്മൻ കുടുംബത്തെ വളരെ മോശമായി കാണുകയാണ്. കാരണം അവൾക്ക് ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടത് സ്വന്തം മകനെയായിരുന്നു. റാച്ചലിന്റെ ഹൃദയം തകർന്നു പോയിരിക്കുകയാണ്. അതിനെ ലൂയിസ് മനസ്സിലാക്കുന്നില്ല. അവളിലുള്ള ആ വെറുപ്പ് പതിയെ അലിഞ്ഞു പോകുന്നു. കാരണം സ്റ്റീഫന്റെ ഉള്ളിലെ വിഷാദം അവൾ മനസ്സിലാക്കുന്നു. തന്റെ ഭാര്യയെ നാശപ്പെട്ട കഥ സ്റ്റീഫൻ റാഷാലിനോട് അവൻ പറയുന്നു. ഇവരുടെ ഇടയിൽ പെട്ടെന്നാണ് വികാരങ്ങൾ മുറുകുന്നതും ഒരു അനിശ്ചിതമായ പ്രണയം ആരംഭിക്കുന്നത്. സ്റ്റീഫനും റാച്ചലും തമ്മിലുള്ള ആകർഷണം മാറിമറിഞ്ഞ് അവസാനം ഗംഭീര കളികളിൽ പര്യവസാനിക്കുന്നു. അത്യന്തം വികാരഭരിതമായ ബന്ധത്തിലേക്ക് അത് പതിയെ വഴിമാറുന്നു. പകയും ദുഃഖവും പങ്കുവച്ചവർക്ക് ഇനിമേൽ കളികൾ മാത്രമാണ് ആശ്വാസമാകുന്നത്. എന്നാൽ ഇവരുടെ ബന്ധം ഒരു നീതികേടായ കാര്യമായതിനാൽ റാച്ചലിനെ അത് മാനസികമായി തളർത്തുന്നു. അവളുടെ ഭർത്താവായ ലൂയിസ് എപ്പോഴും ജോലി കൊണ്ടും ഉത്തരവാദിത്തങ്ങൾ കൊണ്ടും അകലെയാണ്. എന്നാൽ പിന്നീട് അവൻ തന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് കഥയെ വളരെ സങ്കീർണവും വികാരപരവുമാക്കുന്നത്. റാച്ചൽ ഒടുവിലൊരു വേർതിരിയേണ്ട കനത്ത തീരുമാനമെടുക്കുന്നു. പക്ഷേ പ്രണയം ശക്തമാണ്. പക്ഷേ ഉത്തരവാദിത്തങ്ങളും ജീവിതം എന്ന യാഥാർത്ഥ്യവും അതിനേക്കാൾ വലിയതാണ്. കഥയുടെ അവസാനം നമ്മൾ കാണുന്നത് നഷ്ടവും പ്രണയവും തമ്മിലുള്ള ഒരു യുദ്ധവും ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന മനോവികാരങ്ങളുടെ കലാപവുമാണ്. നിസ്സാരമായി തോന്നിച്ചു പോകുന്ന യുദ്ധം ഓരോ വ്യക്തിയുടെയും മനസ്സിലുണ്ടാക്കുന്ന പരുക്കുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
സിനിമയുടെ ഒടുവിൽ റാച്ചൽ സ്റ്റീഫനോട് വിട പറഞ്ഞ് ഭർത്താവിനൊപ്പം തന്നെ പോകുന്നു. അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരുപക്ഷെ പ്രണയത്തിന്റെ തിരശ്ചീനങ്ങൾ ഉണ്ടാകാം. പക്ഷെ ജീവിതം എന്നത് ആഗ്രഹങ്ങളെക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളാണ്. കീറ നൈറ്റ്ലിയുടെ നിരവധി കളികൾ ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്ന് കാട്ടുന്നുണ്ട്. സ്റ്റീഫനായിട്ടുള്ള ഒളിച്ചു കളികൾ വളരെ രസമാണ് കാണുവാൻ. കീറ നൈറ്റ്ലിയുടെ വടിവോധ ശരീരം അവളെ വളരെ മനോഹരിയാക്കുന്നു. നടിയുടെ ഇളം മുലകൾ ചപ്പി കുടിക്കുന്ന രംഗം വളരെ രസമാണ് കാണുവാൻ. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുവാനുള്ളത് നടിയുടെ വെളുത്ത ഉരുണ്ട കുണ്ടിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ പടങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പ്രചോദനമാവുന്നത്. നിങ്ങളെ രണ്ടാമത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി US സീരീസിനെയാണ്. 2020 പുറത്തിറങ്ങിയ ഷെയിംലെസ് എന്ന സീരീസാണത്. പേര് പോലെ തന്നെ ഇതൊരു സീരീസിനെ പോലെ കാണുവാൻ സാധിക്കില്ല. മൊത്തത്തിൽ ഇതൊരു മുഴുനീള തുണ്ട് സീരീസായിട്ട് വേണം ഇത് കാണുവാൻ. അത്രയ്ക്കുണ്ട് ഇതിലെ കാഴ്ചകൾ. എമി റോസം കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ സീരീസിൽ നിരവധി സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നത പ്രദർശനമുണ്ട്. ഫിയോണ ഗാലഗർ എന്ന കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. 2011 മുതൽ 11 സീസണിലായി നടന്നുനിന്ന ഈ ആക്ഷൻ ഡ്രാമ കോമഡി സീരീസ് വളരെ അധികം ആരാധകരുണ്ടാക്കി. അതിലെ മെയിൻ കാരണം ഈ സീരീസ് കളിയിലെ കളികളായിരുന്നു. ഇതിലെ ഓരോ എപ്പിസോഡിലും മിനിമം 2 കളികളെങ്കിലും അവരെ കൊണ്ടുവന്നിരിക്കും. നമുക്കെന്നാൽ ഈ സീരീസിലെ കഥയിലേക്ക് കിടക്കാം. ഷിക്കാഗോയിലെ എങ്ങനെയോ കഴിയുന്ന ഒരു തൊഴിലാളിയുടെ കുടുംബമാണ് ഗാലഗർ കുടുംബം. ഫ്രാങ്ക് ഗാലഗർ എന്ന കച്ചവടക്കാരനാണ് ആ കുടുംബത്തിലെ മൂത്തക്കാരനാണ്. പക്ഷേ അച്ഛനായി ചെയ്യേണ്ട ഒരു ജോലി പോലും അയാൾ ചെയ്തിരുന്നില്ല. മുഴുവനായി മദ്യത്തിനും മഴക്കുമരുന്നും അടിമയായിട്ടായിരുന്നു അവൻ്റെ ജീവിതം. ഫ്രാങ്ക് എല്ലായ്പ്പോഴും കുടിച്ചിട്ട് കുഴപ്പങ്ങളിലേക്ക് കുടുംബത്തെ വലിച്ചുകൊണ്ട് പോകുന്നവനാണ്. ആ കുടുംബത്തിലെ എല്ലാ ഭാരവും ഏറ്റെടുക്കുന്നവളാണ് ഫിയോണ ഗാലഗർ. ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത മകളാണ് അവൾ. ഫിയോണ തൻ്റെ സഹോദരങ്ങളെ ഒരു അമ്മ പോലെ നോക്കുന്നു. അവിടെ ഏറ്റവും വലിയ പോരാട്ടം ആ കുടുംബം പരാജയപ്പെടാതിരിക്കുവാനാണ്. അവിടെ ജീവിതത്തിലെ പ്രണയങ്ങൾ, കാമുകരനുമായുള്ള കളി, നഗ്നത, പണത്തിന്റെ കുറവ്, ജോലി, ചുമതല എല്ലാം ഈ സീരീസ് തുറന്നു കാട്ടുന്നു. കുടുംബത്തിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ആൾ ലിപ്പ്. ഒരു ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ്. പക്ഷേ മദ്യവും മയക്കുമരുന്നുമായുള്ള പോരാട്ടത്തിലാണ് അവൻ. രണ്ടാമത്തെ ആൾ ഇയൻ ഗാലഗർ. ഒരു കളിവീരനാണ് അവൻ. കാമശക്തി കാരണം പല പ്രശ്നങ്ങളും അവൻ ഉണ്ടാക്കി വെക്കുന്നു. മൂന്നാമത്തെ ആൾ ഡെബി ഗാലഗർ. ഒരു ട്രാൻസ്ജെൻഡർ ആണ് അവൾ. അതിനാൽ പല പ്രശ്നങ്ങളും അവൾക്ക് നേരിടേണ്ടി വരുന്നു. നാലാമത്തെ ആൾ കാർൾ ഗാലഗർ. തുടക്കത്തിൽ അവൻ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നു. അങ്ങനെ അവന്റെ പേരിൽ പല കേസുകളും ഉണ്ടാക്കുന്നു. പക്ഷേ ഏറും അവസാനം അവനൊരു പോലീസായി മാറുന്നു. അഞ്ചാമത്തെ ആൾ ഗർ. കുടുംബത്തിലെ കറുത്ത മുത്ത്. കറുത്തവനായി ജനിച്ച അവനാണ് ആ കുടുംബത്തിലെ പഠിപ്പി. ആ കുടുംബത്തിലെ മുഖ്യ പ്രതീക്ഷയും അവനിലാണ്. ഗാലഡ്രിയൽ സ്റ്റിനമൻ എൻ്റെ ഒരു അടിപൊളി സ്ട്രിപ്പിംഗ് സീൻ ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. ഒരു ഗെയിം കളിച്ച് തോറ്റപ്പോൾ അവളോട് തുണി ഊരാൻ അവളുടെ സുഹൃത്തുക്കൾ പറയുന്നു. ആ കൂട്ടത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ സെറ്റ് വരെ ഉണ്ടായിരുന്നു. അവൾ അവരുടെ മുന്നിൽ യാതൊരു മടിയുമില്ലാതെ വസ്ത്രമെല്ലാം ഊരി പൂർണ്ണ നഗ്നയാകുന്നു. നടിയുടെ ഇളം മുലകൾ ആ രംഗത്തിൽ നമുക്ക് കാണാവുന്നതാണ്. തന്റെ നഗ്നത യാതൊരു മടിയും കൂടാതെ അവൾ എല്ലാവർക്കും മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. വെൻഡി എന്ന കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. ഫിയോണ ഗാലഗറിന്റെ ഒരു അടിപൊളി വായിലെടുപ്പ് ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. തന്റെ കാമുകന് കിടപ്പറയിൽ അവൾ എടുത്തു കൊടുക്കുന്നു. ആ രംഗം മാത്രമല്ല, കാറിൽ കിടന്നുകൊണ്ടുള്ള അടി ബഹുകേമം തന്നെയാണ് കാണുവാൻ. സ്വിമ്മിംഗ് പൂളിൽ പൂർണ്ണ നഗ്നയായി കാമുകനോടത്ത് നീരാടുന്ന ഒരു രംഗം ഈ സീരീസിലുണ്ട്. അതിൽ അവളുടെ പൂവും മുലയും കുണ്ടിയും കാണാവുന്നതാണ്. ഒന്നല്ല, നിരവധി സീനുകളാണ് ഈ സീരീസിലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തൊണ്ട് സീരീസ് ഇഷ്ടപ്പെടുന്നവർ ഈ സീരീസ് മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ പടങ്ങളെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പ്രചോദനമാകുന്നത്. നിങ്ങളെ മൂന്നാമത്തെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഇറ്റാലിയൻ ചിത്രത്തിനെയാണ്. 2024 പുറത്തിറങ്ങിയ ഇമ്മാക്യുലേറ്റ് എന്ന ചിത്രമാണിത്. സിഡ്നി സ്വീനി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി സുന്ദരിമാരുടെ നഗ്നത പ്രദർശനമുണ്ട്. സെസീലിയ എന്ന കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. നടിയുടെ ക്യൂട്ട് നിപ്പേഴ്സ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്.
സെസീലിയ എന്ന കഥാപാത്രത്തിനെയാണ് സിഡ്നി സ്വീനി അവതരിപ്പിക്കുന്നത്. അവൾ ഒരു അമേരിക്കൻ നോവിസ് നണ്ണാണ്. ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ ജീവിതം സമർപ്പിക്കാൻ തീരുമാനിച്ച അവൾ ഇറ്റലിയിലെ ഒരു പഴയ കാത്തലിക്ക കോൺവെന്റിലേക്ക് എത്തുന്നു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. സഹവാസികളായ മറ്റു സന്യാസിനിമാർ, പിതാക്കന്മാർ, സഭയുടെ നേതൃത്വം, അങ്ങനെയെല്ലാം മനോഹരമായ സ്ഥലം അവൾക്ക് അവിടെ നന്നായി ഇഷ്ടപ്പെട്ടു. ഇടയിൽ അവളെ ഉറ്റുനോക്കുന്ന ചില കാമ കണ്ണുകൾ അവൾ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. വയറുവേദന അനുഭവപ്പെട്ട സെസീലിയയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഒരു ഞെട്ടിക്കുന്ന വാർത്ത അവൾ കേൾക്കുന്നു. അവൾ ഗർഭിണിയാണ്. പക്ഷെ സെസീലിയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതൊരു ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ആണെന്ന് അവളെ വിശ്വസിപ്പിക്കാൻ പള്ളിക്കാർ ശ്രമിക്കുന്നു. മതപരമായി അതിനെ ഒരു ദിവ്യമായ അത്ഭുതമായി അവർ ചിത്രീകരിക്കുന്നു. പക്ഷെ സെസീലിയ ഇതിനെ അത്ര ദൈവീയമായി കാണുന്നില്ല. അവളെ ആരോ നന്നായി ഉപയോഗിച്ചിരിക്കുന്നു. ഒരു വലിയ കളി ഇതിനു പുറകിലുണ്ടെന്ന് അവൾക്ക് സ്ലോലി അറിയാൻ തുടങ്ങുന്നു. കൺവെൻഷൻ ഉള്ളവർ അവളെ കർശനമായി നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. അവളുടെ ശരീരത്തെ അവരുടെ ദൈവീയ ദൗത്യമനുസരിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. അവളുടെ കൂടെയുള്ളവർ, ഫാദർമാർ, വൈദ്യർ എല്ലാവരും ആ കൺസ്പിറസിയുടെ ഭാഗമായിരുന്നു. അവളെ അവരെല്ലാം കൂടി ഒറ്റപ്പെടുത്തുന്നു. സെസിലിയയുടെ ശരീരത്തെയും വിശ്വാസത്തെയും നിയന്ത്രിക്കാൻ അവർ ശ്രമിക്കുന്നു. അവളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി തേടി അവൾ ചാപ്പലിലും താഴെയുള്ള അടുക്കളകളിലൂടെയും തിരയുന്നു. അവിടെ നിന്ന് സങ്കടകരവുമായ ചില രഹസ്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നു. അവിടെ തളർന്നു കിടക്കുന്ന മറ്റു സ്ത്രീകളെ, ആദ്യം നിഷ്കളങ്കമായി എത്തിയവരെ, ബലമായി ഗർഭിണികളാക്കുകയും ശിശുക്കളെ തങ്ങളുടേതായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഭീകരമായ സത്യം അവർ കണ്ടുപിടിക്കുന്നു. ആൾ പലതവണ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒടുവിൽ ഒരു ദുരന്തം സംഭവിക്കുന്നു. അവിടെ തടവിൽ വെച്ച് ശിശു പ്രസവിക്കുന്നു. പക്ഷെ സെസീലിയ ആ കുഞ്ഞിനെ പകയോടെ നോക്കുന്നതല്ല, അവൾ അവിടെ തന്നെ അകത്ത് ചില കലാപം തീർക്കുന്നു. അവൾ കോൺവെന്റിന്റെ അകത്തോളിയിലുള്ള ഉപജീവനയന്ത്രങ്ങൾ തകർക്കുന്നു. അവസാനം വൃത്തി, രക്തം, വിശ്വാസം എല്ലാം ചേർന്നൊരു ഭീകരമായ ഫിനാലിയിലാണ് കഥ അവസാനിക്കുന്നത്. സിസ്റ്റർ ഗ്വെൻ, സിസ്റ്റർ ഇസബെൽ എന്നിവരുടെ നഗ്നത പ്രദർശനം ഈ ചിത്രത്തിലുണ്ട്. ആരൊക്കെ വന്നാലും സിഡ്നി സ്വീറ്റ്നിയുടെ മുല തന്നെയാണ് ഈ ചിത്രത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. സിഡ്നി സ്വീറ്റ്നിയെ ഇഷ്ടമുള്ളവർ ഈ ചിത്രം മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ പടങ്ങളെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പ്രചോദനമാകുന്നത്. പോകുന്നത് ഒരു അടിപൊളി ഹോളിവുഡ് ചിത്രത്തിനെയാണ്. 2021 പുറത്തിറങ്ങിയ ബെനഡെറ്റ എന്ന ചിത്രമാണ്. വെർജിനി എ ഫീറ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നതാ പ്രദർശനമുണ്ട്. ബെനഡെറ്റ എന്ന കഥാപാത്രത്തിനെ ആണ് അവൾ അവതരിപ്പിക്കുന്നത്. കൂടുതലും ലെസ്ബിയൻ കളികളാണ് ഇതിലുള്ളത്. ബാർത്തലോമയ എന്നൊരു സിസ്റ്റർ ആണ് അവളുടെ കളി കൂട്ടുകാരി. അവളും ഒരു കിണ്ണം കാച്ചി നടി തന്നെയാണ്. അവർ തമ്മിൽ പൂർണ്ണ നഗ്നരായുള്ള പരിപാടി ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് പോൾ വെർഹോവൻ സംവിധാനം ചെയ്ത് 2020 ബെനഡെറ്റ എന്ന ചിത്രത്തിൽ വിശ്വാസം, ലൈംഗികത, രാഷ്ട്രീയാധിപത്യം, സ്ത്രീശക്തി എന്നിവയെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബെനഡെറ്റ കാർലീനി എന്ന സന്യാസിനിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് എടുത്തിരിക്കുന്നത്. ടസ്കനിയിലെ പെഷ ഗ്രാമത്തിൽ നിന്നൊരു പെൺകുട്ടിയായ ബെനഡെത്ത കുട്ടിക്കാലം മുതലേ തന്നെ ദൈവദർശനങ്ങൾ അനുഭവിക്കുന്നു. അവളുടെ മാതാപിതാക്കൾ അവളെ ഒരു കൺവെന്റിൽ പ്രവേശിപ്പിക്കുന്നു. ആശ്രമം പോലെയുള്ള സന്യാസിനികളുടെ ക്ഷേത്രം. അവിടെ അവൾ വിശ്വാസത്തിൽ വളരുന്നു. പക്ഷേ അവളെ ചുറ്റിയുള്ള മതസ്ഥാപനത്തിൽ മൊത്തവും അധികാരവും അഹങ്കാരവുമാണ് നിറഞ്ഞു നിന്നത്. ഒരു ദിവസം ബെനഡെത്ത ദൈവദർശനം കാണുന്നു. അവൾ പറഞ്ഞതുപ്രകാരം യേശുക്രിസ്തു അവളോട് നേരിട്ട് സംസാരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിൽ സ്റ്റിഗ്മാറ്റ, ക്രിസ്തുവിന്റെ മുറിവുകൾ പോലുള്ള രക്തമൊഴുക്ക് കാണപ്പെടുന്നു. അവളുടെ അനുഭവങ്ങൾ ശുദ്ധമെന്ന് വിശ്വസിച്ച പലരും അവളെ ഒരു വിശുദ്ധയായി കണ്ടു തുടങ്ങി. ഇതിനുശേഷം കോൺവെന്റിലേക്ക് പുതിയൊരു പെൺകുട്ടിയായ ബാർട്ടലോമിയ വരുന്നു. ബെനഡെറ്റയും ബാർട്ടലോമിയയും തമ്മിൽ അപ്രതീക്ഷിതമായി ഒരു ലൈംഗിക ആകർഷണം രൂപപ്പെടുന്നു. ഇവിടെ ബന്ധം അതിനാൽ അതിവിമർശനങ്ങളുടെ പാത്രമായി. ബെനഡെറ്റയുടെ വിഷൻസ് സത്യമാണോ അതോ കപടമാണോ എന്ന ചോദ്യങ്ങൾ അവിടെ ഉയരുന്നു. ബെനഡെറ്റയുടെ വളർച്ച ചിലർക്ക് ഇഷ്ടമായില്ല. കോൺവെന്റ് ആബസ് ആയിരുന്ന ഫെലിസിറ്റ അവളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ചർച്ചിന്റെ പ്രാദേശിക നേതാക്കളും ബെനഡെറ്റയെ ചോദ്യം ചെയ്യുന്നു.
അവളെ ഒരു തട്ടിപ്പുകാരി എന്ന നിലയിൽ ശിക്ഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു. ബാർത്തോലോമയ ബെനഡെറ്റായുടെ പരിവർത്തനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് അവളെ പിന്തുണക്കുന്നു. അങ്ങനെയൊക്കെ അവിടെ പ്ലേഗ് പടർന്നു പിടിക്കുന്നു. പ്ലേഗ് വരാൻ കാരണം ബെനഡെറ്റായുടെ രഹസ്യബന്ധമാണെന്ന് പലരും ആരോപിക്കുന്നു. പിന്നീട് ബെനഡെറ്റായുടെ ജീവിതം തകർത്തുകൊണ്ട് അവളെ പൊതുവേദിയിൽ അപമാനിക്കുന്നു. പക്ഷേ ബെനഡെറ്റ അവിടെ തോൽക്കുന്നില്ല. അവൾ തന്റെ വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും ഉറച്ചു നിൽക്കുന്നു. ചിത്രം അവസാനിക്കുന്നത് ബെനഡെറ്റ കോൺവെന്റിലേക്ക് തിരികെ പോകുന്നതിനോടുകൂടിയാണ്. ഈ ചിത്രത്തിൽ നിരവധി ലെസ്ബിയൻ കളികളുണ്ട്, എല്ലാം നല്ല അടിപൊളി സുന്ദരിമാരുടെ. ബാർത്തോലോമയായും സിസ്റ്റർ ബെനഡെറ്റ കാർലീനയും നല്ല അടിപൊളി കളികളാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ബാർത്തോലോമയ ഒരു അടിപൊളി പീസാണ്. അവളുടെ ആകാരഭംഗി കണ്ടു തന്നെ ആസ്വദിക്കണം. ആ സുന്ദരിമാരുടെ മുലയും പൂവും കണ്ടാൽ വിടാതെ മനസ്സ് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രവും നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണുവാൻ ശ്രമിക്കൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്തും കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ പടങ്ങളെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചുമെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ബംഗാളി ചിത്രത്തിനെയാണ്. 2018 പുറത്തിറങ്ങിയ ഡിസ്പാഷനറ്റ് ലവ് എന്നത് ചിത്രമാണ്. പ്രകൃതി ദത്ത മുഖർജി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി സുന്ദരിമാരുടെ പൂർണ്ണ നഗ്നത പ്രദർശനമാണ്. ത്രീസോം കളിക്ക് പേര് കേട്ട ചിത്രമാണ്. അതുമാത്രമല്ല, ഇതിലെ നടിമാരെല്ലാം സൂപ്പർ സുന്ദരിമാരാണ്. നല്ല വടുവോത ശരീരത്തിൽ തൂങ്ങിയ മുലകൾ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കെന്നാൽ ചിത്രത്തിന്റെ കഥയിലേക്ക് കടക്കാം. 2018 പുറത്തിറങ്ങിയ ബംഗാളി ജർമ്മൻ ആർട്ട് ഹൗസിന്റെ സിനിമ ആണ് ഡിസ്പാഷനറ്റ് ലവ്. ഈ ചിത്രത്തിനെ ബൃന്ദാവാനി വൈരാഗ്യ എന്ന് കൂടി ഒരു വിളിപ്പേരുണ്ട്. ഇതൊരു പരമ്പരാഗത പ്രണയകഥ അല്ല, മറിച്ച് പ്രണയത്തിന്റെ ശൂന്യതയും ആഗ്രഹങ്ങൾ എങ്ങനെ മനുഷ്യരെ തളർത്തുന്നു എന്നതും അന്വേഷിക്കുന്ന ദാർശനികമായ ഒരു ചിത്രമാണ്. ഇതിൽ അവരുടെ 3 പേരുടെയും ത്രീസോം കലയുമുണ്ട്. ചിത്രം ആരംഭിക്കുന്നത് ഒരു സ്ത്രീയുടെ ആത്മഹത്യയിലൂടെയാണ്. അവരുടെ സുഹൃത്തുക്കളായ 3 യുവാക്കളാണ് കഥയുടെ പ്രമേയം ചുറ്റിപ്പറ്റുന്നത്. അവൾ മരിച്ചുപോയ ശേഷം അവരിൽ ഓരോരുത്തരും ആ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ സങ്കടപ്പെട്ട് നടക്കുകയാണ്. കുഡിസ്റ്റ് ഇന്റർസ്പേസസ് ദിയർ വ്യക്തിപരമായ പ്രണയാനുഭവങ്ങളിലേക്കും നഷ്ടപ്പെട്ട ബന്ധങ്ങളിലേക്കും ഈ ചിത്രം തുറന്നു കാട്ടുന്നു. അവരുടെ കാമപ്രണയത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ ഡിസ്പാഷനറ്റ് ലവ് അവരിൽ ഓരോരുത്തരിലും ഒരു തരം ആത്മപരിശോധനയ്ക്ക് കാരണമാകുന്നു. സിനിമയുടെ കഥ പറയുന്നത് വളരെ നോൺ ലീനിയർ ആയിട്ടാണ്. ക്രമരഹിതമായി ഓർമ്മകൾ, സംഭവങ്ങൾ, കളികൾ ഇവ ഒക്കെ വ്യൂവേഴ്സിനെ തേടിക്കൊണ്ടിരിക്കും. ഓരോ കഥാപാത്രത്തിൻ്റെയും ഉള്ളിലെ ശൂന്യതയും അവർക്കുള്ള ലോങ്ങിങ് കൊണ്ടാണ് ചിത്രത്തിൻ്റെ അന്തരാർത്ഥം ചൂടുപിടിക്കുന്നത്. ഈ സിനിമയിൽ കാണുന്ന സ്ത്രീകളുടെ ശരീരശാസ്ത്രം ഒരു രസം തന്നെയാണ് കാണുവാൻ. ഇതിൽ പ്രണയമല്ല, മറിച്ച് പരസ്പരമുള്ള കാമശക്തി മാത്രമാണ് പ്രമേയം. ഒരു മനുഷ്യന് ഒരാളിൽ മാത്രം സമ്മതൃപ്തി കിട്ടുകയില്ല, സുഖത്തിനായി ഇപ്പോഴും മറ്റൊരാളെ തേടിക്കൊണ്ടിരിക്കും എന്നാണ് ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നത്. കൊൽക്കത്തയിലെ പഴയ വീട്ടുകൾ, കെട്ടിടങ്ങൾ, ശൂന്യമായ റൂമുകൾ ഒക്കെ കൂടിച്ചേർന്ന് നല്ലൊരു ദൃശ്യവിസ്മയം ഈ ചിത്രം നൽകുന്നു. സിനിമയിൽ സംഭാഷണം വളരെ കുറവാണ്. പകരം ദൈർഘ്യമേറിയ കളികൾ മാത്രമാണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ ചില ശാന്തമായ ഷോട്ടുകളും പാട്ടുകൾ, സംഗീതം എന്നിവയാണ് ഈ ചിത്രത്തിലെ മുഖ്യമായ ടൂൾസ്. പ്രകൃതി ദത്ത മുഖർജിയുടെ നല്ല അടിപൊളി സീനുകളാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. അവളെ മുലകൾ ഗംഭീരം തന്നെയാണ് കാണുവാൻ. ഏകദേശം 25 മിനിറ്റ് ദൈർഘ്യം അവളുടെ രംഗങ്ങൾ കൊണ്ട്, വസ്ത്രമൊന്നും ധരിക്കാതെ പൂർണ്ണ നഗ്നയായി അവൾ നിൽക്കുന്ന ഒരു രംഗം ഈ ചിത്രത്തിലുണ്ട്. അതിൽ അവളുടെ പൂവും മുലയും കാണാവുന്നതാണ്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഒരു അടിപൊളി ചരക്ക് തന്നെയാണ് അവൾ. ഡെബ്ലീന സെൻ്റെയും അടിപൊളി രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. നല്ല ഇന്ത്യൻ ത്രീസോം കളികൾ കാണുവാൻ താല്പര്യമുള്ളവർ ഈ ചിത്രം മിസ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ് ജാക്കി പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന് സമയം കളയണ്ട്. ഞങ്ങളെ ഇൻസ്റ്റഗ്രാം പേജ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ഇന്നത്തേക്കും ബൈ.